സൈജു ഗ്രൂപ്പിൻ്റെ ഫ്ലാസ്ക്, രാഹുൽ രുചി നായരുടെ സംവിധാനം. ഹായ്, ദിസ് DTH, ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഷോർട്ട് ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് SKL ആണ്, സൈജു ഗ്രൂപ്പ് ലീഗ്. അങ്ങനെ ഞാൻ വിശേഷിപ്പിക്കാൻ കാരണം സൈജു ഗ്രൂപ്പിൻ്റെ കുറച്ച് പടങ്ങളുണ്ട്. ഈ ഒരു ലീഗിൽ വരുന്ന, ഈ ഒരു ബജറ്റിലൊക്കെ വരുന്ന ഒരു പടങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് മികച്ച പടം എന്നൊന്നും നമുക്ക് പറയാനില്ലെങ്കിലും അങ്ങനെ മോശമാണെന്നും പറയാൻ പറ്റാത്ത പടങ്ങളാണ് മിക്കതും. ഓൾമോസ്റ്റ് എല്ലാ സൈജു ഗ്രൂപ്പ് പടങ്ങളും ഒരു മിനിമം ഗ്യാരണ്ടിയുണ്ട് സൈജു ഗ്രൂപ്പിൻ്റെ പടങ്ങൾക്ക്. അത് ഇതിനുമുണ്ട്. മിനിമം ഗ്യാരണ്ടി ഉദ്ദേശിക്കുന്നത് ഫിനാൻസിലല്ല, മിനിമം ഗ്യാരണ്ടി ഉദ്ദേശിക്കുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ക്വാളിറ്റിയിലാണ്. സൈജു ഗ്രൂപ്പ് അങ്ങനത്തെ പടങ്ങൾ തേടി പോകുന്നതാണോ, അങ്ങനത്തെ പടങ്ങൾ സൈജു ഗ്രൂപ്പിന് തേടി വരുന്നതാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും സംഭവിക്കാറുണ്ട്, രസമാണ്. അങ്ങനത്തെ ഒരു പടമാണ് ഇതും. എന്തെല്ലാം പോലീസ് കഥകളാണല്ലോ. ഇതും ഒരു പോലീസ് കഥയാണ്. പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് PSO ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് സൈജു ഗ്രൂപ്പിൻ്റെ ജ്യോതി. രാഹുൽ രുചി നായർ, അദ്ദേഹത്തിന് ആദ്യത്തെ പടം ഒറ്റമുറി വെളിച്ചം സംസ്ഥാന സർക്കാർ കേരള ഫിലിം അവാർഡ്സൊക്കെ വാരിക്കൂട്ടിയ ഒരു പടമാണ്. അത് കണ്ടിട്ടില്ല, പക്ഷേ ഖോ കീടം എന്നിവ ഡയറക്ടറാണ് രാഹുൽ രുചി നായർ. അതിൽ ഖോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പടമാണ്. ഇതിൽ സുരേഷ് സിദ്ധാർത്ഥ് ഭരതനും ഒക്കെ ഉണ്ട് സൈജു ഗ്രൂപ്പിൻ്റെ കൂടെ. 2 മണിക്കൂറില്ല ഈ പടം, പക്ഷേ 2 മണിക്കൂർ നമുക്ക് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു പടമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നേരത്തെ പറഞ്ഞാൽ അങ്ങനെ ഒരു കുറ്റമൊന്നും പറയാനില്ല, അങ്ങനെ ഹെയ്റ്റൊന്നും നമുക്ക് തോന്നത്തില്ല പടങ്ങളോട്, സൈജു ഗ്രൂപ്പിൻ്റെ പടങ്ങളോട്. അങ്ങനെ ഇത് വെറുപ്പീരായിപ്പോയി, ഇത് കാണേണ്ടിയിരുന്നില്ല, അങ്ങനെയൊന്നും തോന്നത്തില്ല. അങ്ങനത്തെ കുറച്ച് പടങ്ങളാണ് സൈജു ഗ്രൂപ്പിൻ്റെ. അങ്ങനത്തെ ഒരു പടമാണ് ഫ്ലാസ്കും. യുറേക്ക സ്റ്റോറീസിലെ, ഇൻസ്റ്റയിലെ ഫേമസ് ആയ യുറേക്ക സ്റ്റോറീസിലെ ദേവരാജും ഇതിൽ ചെറിയൊരു വേഷം അഭിനയിക്കുന്നുണ്ട്. ചെറിയൊരു വേഷമാണെങ്കിലും പുള്ളി ടാലൻ്റുള്ളൊരു മനുഷ്യനായിട്ട് പുള്ളി ഇതിലും ഇൻസ്റ്റയിലല്ലാതെ സിനിമയിലും വെള്ളിത്തിരയിലും പുള്ളി തെളിയിക്കുന്നുണ്ട്. 3 stars out of 5 for ഫ്ലാസ്ക്.